നല്ല അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത്. പൂർവാധികം ആവേശത്തിലാണ് അണികളുള്ളത്. ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരു ഭരണമാറ്റം വലിയ കൊതിയാണ്. 10 വർഷത്തെ ദുരിതപൂർണമായ ഭരണ സാഹചര്യം, അതിനൊരു മാറ്റം വേണം. അതിനുള്ള പിന്തുണ തരേണ്ടത് ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ്. അതിന് ജനം സജ്ജമായിരിക്കുന്നു എന്നാണ് എനിക്ക് ബോധ്യം വരുന്നത്. താങ്കളുടെ സ്ഥാനാർത്ഥി നേരത്തെയായിരുന്നു, അതൊരു അനുകൂല ഘടകമായിട്ട് തന്നെ കാണുന്നു. വളരെ നേരത്തെ ഇവിടെ ഞാൻ എന്നുള്ളതല്ല, UDFിനോടൊരു സ്ഥാനാർത്ഥി എങ്ങനെയായാലും ഉണ്ടാവും. അത് ഞാനായി എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിരിക്കാം. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എൻ്റെ പേര് പ്രഖ്യാപിച്ചതോടുകൂടി ഞാൻ സ്ഥാനാർത്ഥിയായി. അത്രയേ അതിനുള്ളൂ. ഒരു UDFിൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയായാലും ഉണ്ടാവും. ആ സ്ഥാനാർത്ഥിയെയാണ് ജനങ്ങൾ കാണുന്നത്, ഞാൻ എന്നുള്ളതല്ല. UDFിൻ്റെ സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല, അത് ജനങ്ങൾ കാണുന്നില്ല. ഇവിടെ ദുരിതം സമ്മാനിച്ച ഒരു ഗവൺമെൻറ്റിനെ നയിച്ച മുന്നണി ഒരു ഭാഗത്തും, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ മധുര സ്മരണകളുമായിട്ട് നിൽക്കുകയാണ് ആളുകൾ. ആ ഭരണം തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹവും. ഇത് രണ്ടും തമ്മിലാണ് മത്സരം. ദുരിതം സമ്മാനിച്ചവരും ആശ്വാസം പകർന്നവരും. അതുകൊണ്ട് ആശ്വാസം പകർന്നവരുടെ ഭാഗത്ത് UDF ഉണ്ട്. UDFിനെ പുൽകാൻ ജനങ്ങൾ സജ്ജമായിരിക്കും. 7000 ചില്ലറ വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിയത്. തീർത്തും പ്രതികൂല സാഹചര്യമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അതൊക്കെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം UDFിനെ സമ്മാനിക്കും. അത് വോട്ട് എണ്ണി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ലോകസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും അതിൻ്റെ ഒരു നിദർശനം മാത്രമാണ്. സംഗതി മൂന്ന് പാറ്റേണാണ്. എങ്കിൽ പോലും അതുപോലെ അതിൻ്റെ അളവും തൂക്കും ഒപ്പമല്ലെങ്കിലും ഒരു വലിയ ഭൂരിപക്ഷം ഇവിടെ ഉണ്ടാവും. MLA പറയാത്ത, MLA എഴുതി കൊടുക്കാത്ത, MLA നിർദ്ദേശിക്കാത്ത ഏതെങ്കിലും പദ്ധതികൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് അവർ പറയട്ടെ. MLA കൊടുത്ത പദ്ധതി വെറും ടോക്കൺ മണി 100 രൂപ മാത്രമാക്കി ബാക്കി വെച്ചത് അനവധിയാണ്. അതിനെക്കുറിച്ച് ആണ് ഓരോ അഭിപ്രായം പറയേണ്ടത്. തന്ന പദ്ധതി തന്നെ ഭരണാനുമതി തരുവാനും സാങ്കേതിക അനുമതി തരുവാനും വർഷങ്ങൾ വൈകിച്ചത് എന്തിന് എന്നതാണ് അവർ പറയേണ്ടത്. അല്ലാതെ കിട്ടിയതിൻ്റെ പിന്നാലെ അവകാശവാദവുമായി വരികയല്ല. അതുകൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ പരിഗണിച്ച് തന്ന പണം പോലും ഭംഗിയായി ഉപയോഗിക്കാൻ അവസരം തരാതെ പോയത്. ഓങ്കോളജി ബ്ലോക്ക് അത് നബാർഡിൻ്റെ ഫണ്ട് മമ്മൂട്ടി സാഹിബ് നേടിയെടുത്തതാണ്. കെട്ടിടം പണി കഴിഞ്ഞതിൻ്റെ പൂർത്തീകരണത്തിന് 5 കോടി രൂപ തരേണ്ടത് പിടിച്ചു വെച്ചവരാണ് ഈ ഗവൺമെൻറ്. എന്നിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആ 5 കോടിയുടെ വർക്ക് പൂർത്തിയാക്കാൻ 7 കോടി ജില്ലാ പഞ്ചായത്ത് സഹായിച്ചു. അപ്പോൾ ആരാണ് വികസനം ആഗ്രഹിക്കുന്നത്? ആരാണ് വികസനത്തിന് കൂടെ നിൽക്കുന്നത്? ഇവിടുത്തെ വികസനത്തിൽ എന്താണ് അവർക്ക് അഭിമാനിക്കാവുന്ന പങ്കാളിത്തമുള്ളത്? ഇതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾ തയ്യാറാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ചെറുപ്പക്കാരാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അവർക്ക് വളർന്നു വരുമ്പോൾ അവർക്ക് പഠന സംവിധാനങ്ങളും തൊഴിലിനുള്ള അവസരങ്ങളും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ്. ഓരോ വികസനം സത്യത്തിൽ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്, പ്രായം കഴിഞ്ഞവർക്കല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരാണ് എൻ്റെ മുമ്പിലുള്ള കാഴ്ച, എൻ്റെ മുമ്പിലുള്ളത്. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻ്റെ എല്ലാ പദ്ധതികളും. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, വാ versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.